നമ്മുടെ ജീവിതത്തിലെ വളരെ അധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി ലളിതമായ ചില ചിന്തകൾ ഏവരുമൊത്ത് പങ്കിടുക എന്നതാണ് ലക്ഷ്യം. ഏവർക്കും സ്വാഗതം, വന്ദനം, നന്ദി. നമ്മുടെ കാഴ്ചപ്പാടുകൾ, തിരഞ്ഞെടുക്കുന്ന വിധങ്ങൾ, നാം എന്തിന് വില കൽപ്പിക്കുന്നു, എന്തിന് വില കൽപ്പിക്കുന്നില്ല എന്നത് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ജീവിത അനുഭവങ്ങൾ, അവസാനം നമ്മുടെ അന്ത്യം പോലും തീരുമാനിക്കുന്നത് നാം ബാഹ്യമായ ലോകം നമ്മിലെപ്പോഴും ചെലുത്തിക്കൊണ്ടേയിരിക്കുന്ന സ്വാധീനത്തെ എപ്രകാരം, ഏത് തോതുവരെ, എന്തുകൊണ്ട് കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഹൗ വി ലെറ്റ് ദി എക്സ്റ്റേണൽ വേൾഡ് ഇൻഫ്ലുവൻസ് us determines the quality of our personality and indeed the sum total of our life, in particular the quality of the final phase of our life. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണ്. ഇതിനെപ്പറ്റിയുള്ള സർവ്വചിന്തകളും ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുവാൻ സാധ്യമല്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം നമുക്ക് നമ്മുടെ അന്വേഷണം ആരംഭിക്കാം. നാം ജനിച്ചു വളർന്നു, ഭവനങ്ങളിലാണ് ജനിച്ചു വളർന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യകാലത്തൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനമെന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരായിരുന്നു, അല്ലെങ്കിൽ ഭവനത്തിലുള്ള മറ്റ് അംഗങ്ങളായിരുന്നു, മുതിർന്നവരായിരുന്നു. എന്നാൽ നമ്മുടെ വളർച്ചയുടെ ഭാഗമായി നാം ഭവനത്തിൻ്റെ വെളിയിലേക്ക് പോവുകയും വിശാലമായ ലോകത്തിൻ്റെ വിവിധമായ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ ലോകത്തിൻ്റെ സ്വാധീനം നമ്മുടെ മേൽ വർദ്ധിച്ചു തുടങ്ങി. അതിൻ്റെ ഫലമായി ഭവനങ്ങളിൽ നാം അനുഭവിച്ചു കൊണ്ടിരുന്ന സ്വാധീനങ്ങൾ, അതിൻ്റെ പ്രാബല്യം കുറയുകയും ക്രമേണ ലോകത്തിൻ്റെ സ്വാധീനം നമ്മിൽ വർദ്ധിക്കുകയും ചെയ്ത് ഒരു ഘട്ടം വരുമ്പോൾ ആ ബാലൻസ് പോലും തെറ്റിപ്പോകും. അങ്ങനെ ലോകത്തിൻ്റെ ഇമ്പത്തിലേക്ക് മാത്രം നാം വഴുതിപ്പോയിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഒരു ചിത്രീകരണമാണ്, വാസ്തവത്തിൽ ഇതിൻ്റെയും കൂടെ ഒരു ചിത്രീകരണമാണ് നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമ, അല്ലെങ്കിൽ മുടിയനായ പുത്രൻ്റെ ഉപമയിൽ യേശു ഉൾക്കൊള്ളിക്കുന്നു. ഇളയ മകൻ അവൻ്റെ സ്വത്തൊക്കെ കൈപ്പറ്റി അവൻ ദൂരദേശത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ, അതുവരെ അവൻ്റെ ഭവനത്തിൻ്റെ സ്വാധീനത്തിൽ വസിച്ചു. ആ ബാലൻസ് തെറ്റിയിട്ട് അവൻ ദൂരദേശത്തേക്കുള്ള, അതായത് ലോകത്തിൻ്റെ സ്വാധീനത്തിലേക്ക് അവൻ മാറിപ്പോവുകയാണ്. അതുകൊണ്ട് അവനെന്ത് സംഭവിക്കുന്നു എന്നൊക്കെ യേശുവോട് പരാമർശിച്ചിട്ടുണ്ട്. ഞാനത് പരിചിതമായ ഒരു ഉപമയാകയാൽ ഞാനതിൻ്റെ വിശദാംശങ്ങൾ വീണ്ടും പരിഗണിച്ച് നമ്മുടെ സമയം അതിനുവേണ്ടി മാറ്റിവെക്കുന്നില്ല. ഇനി മറ്റൊരു ഉദാഹരണം പരിശോധിച്ചാൽ ഈ ആശയത്തിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് തൻ്റെ സ്നാനത്തിന് ശേഷം സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ, ഈ പരീക്ഷിക്കപ്പെടുക എന്ന അവസ്ഥ ലോകത്തിൻ്റെ സ്വാധീനം ഏതെല്ലാം വിധത്തിൽ, ഏതെല്ലാം തോതിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കും എന്നതിൻ്റെ താക്കീതാണ്. ഇറ്റ്സ് എ വെരി സിഗ്നിഫിക്കൻറ്റ് വാർണിംഗ് about the kind and extent of influences the world would exercise on us, as well as by exercising that influence take us hostage. ഇത് വളരെ വളരെ ഇതിൻ്റെ പ്രാധാന്യം വാസ്തവത്തിൽ എനിക്ക് വേണ്ടതുപോലെ പറഞ്ഞറിയിക്കുവാനുള്ള കഴിവില്ലല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. അപ്പോൾ ആ യേശുവിൻ്റെ 3 പരീക്ഷകൾ നാം പരിഗണിച്ചാൽ എന്താണ്? സാത്താൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. നാം പലപ്പോഴും അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സാത്താൻ എന്ന് പറയുന്നത് ഒരു സ്വാധീനമാണ്. Satan is an influence. ഇത് വളരെ വ്യക്തമായി നാം ധരിച്ചിരിക്കണം. Satan is an influence. സാത്താൻ എന്ന് പറയുന്നത് ഒരു സ്വാധീന ശക്തിയാണ്. ഈ സ്വാധീന ശക്തി എന്താണ്?
മനുഷ്യത്വത്തിൻ്റെ നന്മയെ പിന്തുടരുന്ന ഒരവസ്ഥയിൽ അതിൽ നിന്ന് വ്യക്തികളെ വ്യതിചലിപ്പിക്കത്തക്കവണ്ണം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മർമ്മങ്ങളുടെ സ്വാധീനമാണ് സാത്താൻ എന്ന ആശയം. ഇത് വളരെ വ്യാപകമായും മാരകമായും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ഇത് പറയുന്നത്. ഇപ്പം നിങ്ങൾ സാത്താനെ കണ്ടിട്ടില്ല, കാണാൻ സാധ്യമല്ല. കാരണം ഒരു സ്വാധീനത്തെ കാണാൻ സാധ്യമല്ല, എന്ന് അനുഭവിക്കാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, താൻ യെരൂശലേമിൽ പോകേണ്ട സമയമായി, അവിടെ മനുഷ്യപുത്രൻ പിടിക്കപ്പെടും, അവൻ്റെ കഷ്ടാനുഭവം ഇങ്ങനെ ആയിരിക്കും, അവൻ അവിടെ ജീവൻ അർപ്പിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ പത്രോസ് അതിനെ ചെറുക്കുന്ന സമയത്ത് യേശു എന്താണ് പറയുന്നത്? സാത്താനെ എന്നെ വിട്ടു പോകൂ. ഇതിൻ്റെ അർത്ഥം എന്താണ്? നീ നല്ല ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കാം, പക്ഷേ നീ എന്നിൽ ഇപ്പോൾ ചെലുത്തുവാനായി താല്പര്യപ്പെടുന്ന സ്വാധീനം പൈശാചികമാണ്. അതാണ് സാത്താൻ. ഇതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നാം ഏവരും വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ഏതെല്ലാം തരത്തിലുള്ള സ്വാധീനങ്ങളോടാണ് നാം മമത വെച്ച് പുലർത്തുന്നത്, ഏതെല്ലാം സ്വാധീനങ്ങളോടാണ് നാം സമരം ചെയ്യുന്നത്, മല്ലിടുന്നത്, ഏതെല്ലാം സ്വാധീനങ്ങളോടാണ് നാം അടിമപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ആകത്തുകയായിട്ടാണ് യേശു പറയുന്നത് മാമോൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വാധീനമാണ്. പണസംബന്ധമായ കാര്യങ്ങൾ, ലാഭം നൽകുന്നുവെന്ന് നാം കരുതുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നഷ്ടം വരുത്തുമെന്ന് നാം ഭയപ്പെടുന്ന കാര്യങ്ങൾ, ഇവയൊക്കെയും മാമോൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. മാമോൻ ഒരു വ്യക്തിയല്ല, ഒരു സ്വാധീനമാണ്. ആ സ്വാധീനത്തിന് അടിമകളാകുന്ന ആളുകൾ ഇപ്രകാരം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അവർ ദൈവത്തെ പോലും വിറ്റുകളയും എന്ന ഒരറിവാണ് യേശുവിൻ്റെ തന്നെ ശിഷ്യനായ ഇസ്കരിയോത്താവ് യൂദാവിൽ കൂടെ നാം പ്രാപിക്കുന്നത്. സ്വാധീനത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് തിരിച്ചറിയുവാൻ മറ്റൊരു ഉദാഹരണം ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് നാം വേണ്ടതുപോലെ ഗ്രഹിക്കുന്നില്ല. നാം എന്താണ് പറയുന്നത്? മാതൃസഭ എന്ന് പറയും. സഭ എൻ്റെ അമ്മയാണ്. മദർ ചർച്ച് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്, ആത്മീയമായ കാര്യങ്ങൾ വരുമ്പോൾ നാം ചെറുപ്പത്തിൽ എപ്രകാരം നമ്മുടെ ഭവനത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഭവനത്തിലെ മുതിർന്നവരുടെയും സ്വാധീനത്തിൻ്റെ പരിധിയിൽ മാത്രം വസിച്ചുവോ, അതുപോലെ ഇപ്പോൾ ആത്മീയ അല്ലെങ്കിൽ മതപരമായ കാര്യത്തിൽ വരുമ്പോൾ ഈ സഭാപരമായ സംവിധാനത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അധികാര കേന്ദ്രങ്ങളുടെ സ്വാധീനത്തിൽ മാത്രം ഞങ്ങൾ നിൽക്കും. അവർ പറയുന്നത് മാത്രം കേൾക്കും. അതിനപ്പുറത്ത് ഞങ്ങൾക്കൊന്നും അറിയേണ്ട. അത് മാത്രമാണല്ലോ ഒരേ ഒരു യാഥാർത്ഥ്യം. ദൈവം പോലും അതിന് അധീനമാണ്, അതിന് താഴെയുള്ളതാണ് എന്ന ഒരു ധാരണയിൽ നാം വെറും ബാലിശമായ അവസ്ഥയിൽ പരിപാലിക്കപ്പെടുകയാണ് എന്ന യാഥാർത്ഥ്യം അല്പം നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ പരിഗണിച്ചാൽ അങ്ങനെ മാത്രം കഴിയുന്ന ആളുകളെ പറ്റിയാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ കൂടുതൽ പൂർവാധികമായ ആളുകൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവരുടെ വ്യക്തിത്വത്തിൽ വേണ്ടതുപോലെ വളർച്ചകൾ പ്രാപിപ്പാനുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്വാധീനത്തെപ്പറ്റി നമുക്ക് വേണ്ടതുപോലെ ഒരു ബോധ്യമുണ്ടായാൽ വലിയ അനുഗ്രഹവും വിടുതലും ഉണ്ടാകും എന്നതാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവികമായ ആത്മീയമായ അറിവുകൾ പ്രാപിച്ചിട്ടും ദൈവികമായ മർമ്മങ്ങൾ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി വിവിധ തരത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടും ആത്മീയമായ പരിജ്ഞാനം പ്രാപിപ്പാനുള്ള വലിയ അവസരങ്ങൾ സുലഭമായി ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഭൗതികമായ സ്വാധീനം, ലോകത്തിൻ്റെ സ്വാധീനത്തിന് കൂടുതൽ ഇരയായിക്കൊണ്ടേയിരിക്കുന്നത്? ഇത് നാം ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. സഭകൾ പോലും ഭൗതികമായ സ്വാധീനത്തിൻ്റെ അടിമകളാണ്. അങ്ങനെ ആയിത്തീരും എന്നതിൻ്റെ ഒരു മുൻ താക്കീതാണ് യേശു യെരൂശലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന സംഭവം. അവിടെ ആരാധനാ സ്ഥലത്തോട് തോളുരുമ്മി നിന്നതൊരു ചന്തയാണ്. ചന്തയെന്ന് പറഞ്ഞാൽ ഒരു സ്വാധീനമാണ്.
എന്തു സ്വാധീനമാണ്? ലോകത്തിൻ്റെ സ്വാധീനമാണ്. ലോകത്തിൻ്റെ വിഭവങ്ങൾ കൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ, ദൈവവേല ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ. ദൈവത്തെ ആരാധിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ മാമോൻ്റെ സഹായം വേണം എന്ന പറയാതെ പറഞ്ഞു വയ്ക്കുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ ഭൗതികമായ ആവിഷ്കാരമാണ് ചന്ത എന്ന് പറയുന്നത്. ആരാധന ആലയം ആത്യന്തികമായി ഒരു ചന്തയാണ്. ചന്തയില്ലെങ്കിൽ ആരാധനയില്ല എന്ന അറിവാണ് അവിടെ നാം പ്രാപിക്കേണ്ടത്. പക്ഷേ അങ്ങനെയൊന്നും ആരും പറയാൻ ധൈര്യപ്പെടാറില്ല എന്നതും നമുക്കറിയാം. യേശു എന്തുകൊണ്ട് ഇതിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കും? അപ്പോൾ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നത് ദേവാലയത്തിനകത്തല്ല, മനസ്സിലാക്കുക, ദേവാലയത്തിൻ്റെ പരിസരത്താണ്. കാരണം സ്വാധീനം എപ്പോഴും പരിസരത്തായിരിക്കും. ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നിനും നമ്മുടെ ഉള്ളിൽ നുഴഞ്ഞു കയറി നമ്മെ പരീക്ഷിക്കാൻ, സ്വാധീനിക്കാൻ സാധ്യമല്ല. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആരെങ്കിലും നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതുകൊണ്ട് നാം വീണു പോകണമെന്നില്ല. നാം വീഴുന്നെങ്കിൽ അതിൻ്റെ ചുമതല നമുക്ക് തന്നെയാണ്. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ഹവ്വ പരീക്ഷിക്കപ്പെടുന്നു. സാത്താൻ ആകപ്പാടെ ചെയ്യാവുന്നത് ഹവ്വയെ സ്വാധീനിക്കുക, അവളുടെ ഉള്ളിൽ കയറി അവളുടെ തലച്ചോറിനെ തകിടം മറിച്ച് അവളുടെ തിരഞ്ഞെടുപ്പ് ബോധത്തെ 100% നശിപ്പിച്ച് കീഴടക്കി അവളെ കൊണ്ട് അതുവിധം ചെയ്യിക്കാൻ സാത്താൻ അധികാരം കൊടുത്തിട്ടില്ല. അന്നുമില്ല, ഇന്നുമില്ല. സാത്താൻ ആകപ്പാടെയുള്ള സാധ്യത, സാത്താൻ എന്ന് പറയുന്ന പ്രമാണത്തിൻ്റെ സാധ്യത നമ്മെ സ്വാധീനിക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ അവിടെ സാത്താൻ പാമ്പിൻ്റെ വേഷം എന്തുമായിക്കൊള്ളട്ടെ, അതൊന്നും ഇവിടെ പ്രസക്തമല്ല, ഒരു സ്ത്രീയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ആ സ്വാധീനത്തെ അവൾ എപ്രകാരം കൈകാര്യം ചെയ്യുന്നു? അവൾ വാസ്തവത്തിൽ ഹവ്വ ആ സ്വാധീന ശക്തിയോട് സമരസപ്പെട്ടു പോകുകയാണ്. സാത്താൻ പറയുന്നു, ഈ ഫലം തിന്നാൽ നിന്റെ കണ്ണ് തുറക്കുകയും ദൈവത്തെ പോലെ തീരുകയും ചെയ്യും. പക്ഷേ ഹവ്വ അവളുടെ കയ്യിൽ നിന്ന് കുറേ ഇട്ട് അതിനകത്ത് ചേർത്ത് പറയുന്നുണ്ട്, ഈ ഫലം കാണാൻ നല്ലതാണ്, തിന്നാൻ രുചിയുള്ള, അത് സാത്താൻ പറയുന്ന കാര്യമല്ല, അത് അവളുടെ കയ്യിൽ നിന്നിട്ട് സംഭാവന ചെയ്യുന്നതാണ്. അപ്പോൾ ആ സ്വാധീനത്തെ ഹവ്വ വളരെ സന്തോഷത്തോടും പോസിറ്റീവായിട്ടും അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെയാണ് മനുഷ്യൻ്റെ പതനം സംഭവിക്കുന്നതെന്ന് ആ ഭാഗം വ്യക്തമായി അല്പം അന്വേഷണ ബുദ്ധിയോടെ പരിഗണിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കൂടെ എന്താണ് നിർവഹിക്കാൻ ഉദ്ദേശിച്ചത്? എന്താണ് നിർവഹിച്ചത്? ഭൗതികമായ സ്വാധീനം പരമകോടിയിൽ നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ, ഇന്ന് മാത്രമല്ല ഈ ഭൗതികമായ സ്വാധീനം മനുഷ്യരെ വലിച്ചിഴയ്ക്കാൻ തുടങ്ങിയിട്ട്, അത് മനുഷ്യൻ്റെ ചരിത്രം ആരംഭിക്കുമ്പോൾ തൊട്ട് അത് തോതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, പക്ഷേ പ്രമാണത്തിൽ വ്യത്യാസം വന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഭൗതികമായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അധികാര ഭ്രമം ഉൾക്കൊള്ളുന്ന ഒരു മതസംവിധാനം, അതിൻ്റെ കാഴ്ചപ്പാടും സ്വാധീനവും വെറും ഭൗതികം മാത്രമാണ്. ദൈവത്തിൻ്റെ പേര് പറയുന്നുവെങ്കിലും ദൈവികമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയാതെ ഭൗതികമായ ക്രിയകളിലും മർമ്മങ്ങളിലും സമ്പത്തുകളിലും മാത്രം ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്ന ഒരു മതസംവിധാനം. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ യേശു എന്താണ് ചെയ്യുന്നത്? എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായൊരു സ്വാധീനം ജനങ്ങളിൽ ഉണ്ടാക്കുക. ആ സ്വാധീനം ജനം ഉൾക്കൊള്ളുന്നതിൻ്റെ തോതനുസരിച്ച് മാത്രമേ അവർക്ക് വിടുതലുണ്ടാകുവാൻ സാധ്യമാകുകയുള്ളൂ. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചെയ്യുന്നൊരു വലിയ മണ്ടത്തരം, യേശു വന്നു നമ്മളെ സ്വതന്ത്രരാക്കി. സഹോദര, എങ്ങനെയാണ് നമ്മെ സ്വതന്ത്രരാക്കിയത്? നാം സ്വതന്ത്രരാണോ? സത്യമായി നാം സ്വതന്ത്രരാണോ? നാം സ്വതന്ത്രരാണെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുന്ന എത്ര വിശ്വാസികൾ നമ്മുടെ ഇടയിലുണ്ട്? നാം സ്വതന്ത്രരാണെന്ന് പറയുമ്പോഴും നാം ഓരോ സംവിധാനങ്ങളുടെ അടിമകളാണ്. CSI അടിമകൾ, മർത്തമ അടിമകൾ, പെന്തക്കോസ്ത് അടിമകൾ, പിന്നെ ഫെയ്ത്തോം അടിമകൾ, ഓർത്തഡോക്സ് അടിമകൾ, യാക്കോബ അടിമകൾ, കത്തോലിക്ക അടിമകൾ, എല്ലാം അടിമകളാണ്. യാതൊരു സംശയവും വേണ്ട. കാരണം ദൈവികമായ സ്വാധീനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടവുമില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. ആ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ആ ഒരു അവസ്ഥ മനുഷ്യൻ്റെ അടിമത്തത്തിന് മാത്രം ഉതകുന്നതാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് യേശു
അവരെ വിടുവിക്കുവാൻ വന്നത്. ഈ വിടുവിക്കുക എന്ന പ്രക്രിയയിൽ അടങ്ങിയിരിക്കുന്ന പ്രാവർത്തികമായ വശം ദയവായി ശ്രദ്ധിക്കുക. ഒരു പുതിയ സ്വാധീനത്തിൻ്റെ കീഴിലായിത്തീരുക എന്നതാണ്. ആ സ്വാധീനത്തിൻ്റെ ഏറ്റവും പ്രാവർത്തികമായ ആന്തരികമായ മർമ്മമാണ് പരിശുദ്ധാത്മാവ്. ലോകത്തിന് അതിൻ്റേതായ ആത്മാവുണ്ട്. ഈ ലോകത്തിന്, ഈ യുഗത്തിന് അതിൻ്റേതായ ആത്മാവുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഫ്രഞ്ച് ഫിലോസഫേഴ്സ് പറഞ്ഞതാണ്. എവറി ഏജ് ഹാസ് ഇറ്റ്സ് ഓൺ സ്പിരിറ്റ്. നാം ഈ യുഗത്തിൽ വസിക്കുമ്പോൾ, ഇപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഭാരതത്തിൽ വസിച്ചിരുന്നുവെങ്കിൽ നമ്മെ അതിൻ്റെ സ്പിരിറ്റാണ്, അതിൻ്റെ ആത്മാവാണ് നടത്തുന്നത്, ഭരിക്കുന്നത്, അടിമകളാക്കുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭകാലത്ത് ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മെ നിരന്തരം സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിൻ്റെ അടിമത്വം, ആ ആത്മാവിനോട് താതാത്മ്യം പ്രാപിച്ചിട്ട് മാത്രമേ സഭകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ മെത്രാന്മാർ സംഘപരിവാറിനോട് കൂട്ടുപിടിക്കുന്നത്. അങ്ങനെ സംഘപരിവാറിനോട് കൂട്ടുപിടിക്കുന്നതിൻ്റെ ആധികാരികത തെളിയിക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിങ്ങളെ വെറുക്കണമെന്നും അവർക്കെതിരെ അടിസ്ഥാനരഹിതമായ അപവാദങ്ങൾ പടച്ചുണ്ടാക്കണമെന്നും ഒക്കെ ഉള്ള ഗതികേട് വരുന്നത്. ഇത് അടിമത്വത്തിൻ്റെ ആണെന്ന് തിരിച്ചറിയാൻ ആർക്കാണ് പ്രയാസം? അപ്പോൾ നാം ഏത് പ്രകാരത്തിലുള്ള സ്വാധീനത്തിൻ്റെ അടിമകളാണ്, അല്ലെങ്കിൽ എപ്രകാരമുള്ള സ്വാധീനമാണ് നമ്മിൽ പരിവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാം. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അതിൻ്റെ അർത്ഥം എന്താണ്? ഭൗതികമായ ഐഹികമായ ഈ ലോകത്തിൻ്റെ സ്വാധീനം അത് നിങ്ങളുടെ മേൽ ഇന്നുവരെ രാജത്വം ചെയ്യുന്നുണ്ട്, നിങ്ങളെ നടത്തി ഭരിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ തീരുമാനങ്ങളെയും പ്രവർത്തന രീതികളെയും എല്ലാം നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് ഈ ഭൗതികമായ മർമ്മമാണ്. അതിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ട് ശൂന്യതയിലേക്ക് പോകാനൊക്കത്തില്ല. മറ്റൊരു സ്വാധീനത്തിലേക്ക് വരാനേ സാധ്യമാകുകയുള്ളൂ. ആ സ്വാധീനം എന്താണ്? നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. നിങ്ങൾ ഭൗതികമായ ഈ ഒരു തത്വത്തിൻ്റെ സ്വാധീനത്തിന് അടിമകളായി ജീവിച്ചാൽ അതിൻ്റേതായ ഫലമുണ്ടാകും. ഭൗതികമായ വലിയ കൊയ്ത്തുകളുണ്ടാകും, കോടീശ്വരന്മാരായെന്നിരിക്കും, ലോകത്തിൽ വലിയ കൈയിടിയൊക്കെ പ്രാപിച്ചു വന്നിരിക്കും, അനേകം ആളുകൾ നിങ്ങളെ സ്വീകരിച്ചു, മാലയിട്ടു, ബഹുമാനിച്ചു, കസേരയിട്ടു എന്നൊക്കെ വന്നിരിക്കും. സംശയിക്കേണ്ട, വലിയ നേട്ടങ്ങളുണ്ടാകും. ഇല്ലെന്ന് പറഞ്ഞാൽ പറയുന്നവർ ചരിത്രബോധമില്ലാത്തവരാണ്. പക്ഷേ അതിന് വലിയ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടരുത്. അത് ഈ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ നിങ്ങളായിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമേ നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയുമുള്ളൂ. അതാണ് ഇതിനകത്തെ മർമ്മം, ഇതിനകത്തെ യുക്തി അതാണ്. എന്നാൽ ഇതിൻ്റെ അന്ത്യം മരണമാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ യേശു എന്താണ് പറയുന്നത്? 2 വഴികൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒന്ന് ഇടുങ്ങിയ വഴി, ഒന്ന് വിശാലമായ വഴി. ആ വിശാലമായ വഴി ലോകത്തിൻ്റെ വഴിയാണ്. അല്ല, സഞ്ചരിക്കുമ്പോൾ ആദ്യമൊക്കെ വലിയ വിശാലത തോന്നും, പക്ഷെ അന്ത്യം വരുമ്പോൾ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നമ്മെ ഏത് കാഴ്ചപ്പാടാണ്, താല്പര്യമാണ്, ലക്ഷ്യമാണ്, സംസ്കാരമാണ്, ചിന്താഗതിയാണ്, ദർശനമാണ് നമ്മെ സ്വാധീനിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു വ്യക്തത നമുക്കുണ്ടാകണം. അത് അല്പം പോലുമില്ല. ഇനി അതെന്തുകൊണ്ടാണ് എന്നിവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. എന്തുകൊണ്ടാണ് ഭൗതികമായ കാര്യങ്ങൾ, ഭൗതികമായ സ്വാധീനങ്ങൾ നമ്മെ ഇത്രമാത്രം സ്വാധീനിക്കുകയും നമ്മെ അടിമകളാക്കി വെക്കുകയും, എന്നാൽ യേശുവിൽ നമുക്ക് വിടുതൽ കിട്ടി, കർത്താവ് യേശുക്രിസ്തു ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങളൊരു പുതിയ ജനമാണ് എന്നൊക്കെ യാതൊരു അർത്ഥവും അന്വേഷിക്കാതെ, ഇതെന്താണെന്ന് പോലും തിരിച്ചറിയാൻ കൂട്ടാക്കാതെ, അധരം കൊണ്ട് മാത്രം ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്പം വ്യക്തത ഉണ്ടാകേണ്ടതിന് വേണ്ടി ഞാനൊരു ചെറിയ ചിന്താശകലം കൂടെ നിങ്ങളുമായി പങ്കിട്ടുകൊള്ളട്ടെ. നാം എന്തുകൊണ്ടാണ് ഭൗതികമായ സ്വാധീനത്തിന് ഇത്ര പെട്ടെന്നും പരിപൂർണമായും അടിമകളായി പോകുന്നത്? ഇത് തീർച്ചയായും നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടായിരിക്കും, വലിയ താല്പര്യമുണ്ടായിരിക്കും എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എനിക്ക് ഏവരോടും പറയാനുള്ളത്, മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യ വ്യക്തിത്വത്തിൽ 2 പ്രധാനപ്പെട്ട ധ്രുവങ്ങൾ, 2 പോൾസ് ഉണ്ട്. ഒന്ന് ആഗ്രഹങ്ങൾ, 2 ചിന്തകൾ.
ദയവായി മനസ്സിലാക്കുക. മനുഷ്യൻ ഒന്നുകിൽ ആഗ്രഹങ്ങളുടെ പുറകെ പോകും, അല്ലെങ്കിൽ അവൻ ചിന്തിക്കുന്നവനായി അന്വേഷണ ബുദ്ധിയുള്ളവനായി അവൻ വളർന്നുകൊണ്ടിരിക്കും. ഇതാർക്കറിയാമായിരുന്നു? ആരിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്? സംശയിക്കേണ്ട, നസ്രയനായ യേശുവിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും. നിങ്ങളതിനെപ്പറ്റി അല്പം ധ്യാനിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അന്വേഷണവും ആഗ്രഹവും മോരും മുതിരയും പോലെയാണ്, അല്ലെങ്കിൽ വെള്ളവും എണ്ണയും പോലെയാണ്. ഒരിക്കലും ഇത് പരസ്പരം ഒന്നായിത്തീരുകയില്ല. ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നവൻ ഒരിക്കലും ചിന്തിക്കുകയില്ല. അങ്ങനെ പോകുന്നവൻ ആ വഴിയിൽ പോയി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത്, അവനൊരു പന്നിയുടെ വ്യക്തിത്വം പ്രാപിക്കും. ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നവൻ, അവൻ്റെ പരിണിത അവസ്ഥ ഇതായിരിക്കും, അവൻ്റെ വ്യക്തിത്വം ഇപ്രകാരമായിരിക്കുമെന്ന് വ്യക്തമായി അത്ഭുതാവഹമായി യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇതാര് കേൾക്കാനാണ്? ആരൊക്കെ ആഗ്രഹങ്ങളെ മാത്രം പിന്തുടർന്നിട്ടുണ്ടോ അവരുടെയൊക്കെ അവസ്ഥ ഈ പന്നിയുടെ അവസ്ഥയിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. കാരണം എന്താണ് ഈ പന്നിയുടെ അവസ്ഥ? നിങ്ങൾ പന്നി നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് മൂക്കിട്ട് അന്വേഷിക്കുന്നത്, എനിക്കെന്ത് കിട്ടും, ഭൗതികമായി എനിക്കെന്ത് കിട്ടും, എൻ്റെ വായിക്ക്, എൻ്റെ ഉദരത്തിന് എന്ത് കിട്ടും എന്നതിനപ്പുറത്തൊന്നും ആ പന്നിയുടെ ജീവിതത്തിലില്ല. പന്നിയുടെ വ്യക്തിത്വം ഇതാണ്. പന്നിയുടെ വ്യക്തിത്വം, അതിനും വ്യക്തിത്വമുണ്ട്. ഭൗതികമായ വ്യക്തിത്വത്തിൻ്റെ അന്തിമഘട്ടമാണ് ഈ പന്നി എന്നുള്ളത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു സാധ്യതയുണ്ട്. നിങ്ങൾ അന്വേഷിപ്പീൻ. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്തസത്ത എന്തായിരുന്നു? എസെൻസ് എന്തായിരുന്നു? യേശുവിനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അന്വേഷിക്കാൻ വന്നവനാണ്, കാണാതെ പോയതിനെ അന്വേഷിക്കാൻ വന്നവനാണ്. ഞാൻ പിതാവായ ദൈവത്തിൻ്റെ ഹിതം ഈ ലോകത്തിൽ എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്, പ്രാവർത്തികമാക്കേണ്ടത് എന്ന് നിരന്തരം അന്വേഷിക്കാൻ വന്നവനാണ്. എൻ്റെ പേര് അന്വേഷണം എന്നാണ്. നിങ്ങൾ എന്നെ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറയുന്നില്ലേ? അത് അന്വേഷണത്തിൻ്റെ വെളിച്ചമാണ്, അല്ലാതെ ആഗ്രഹങ്ങളുടെ വെളിച്ചമല്ല. എന്നാൽ എന്ത് സംഭവിച്ചു? യേശുവിൻ്റെ വലിയ മഹനീയമായ ദർശനത്തെ, മനുഷ്യജാതിക്ക് വിടുതൽ നൽകുവാൻ പര്യാപ്തമായ ആത്മീയ തിരിച്ചറിവുകൾ നിറഞ്ഞു നിൽക്കുന്ന ദർശനത്തെ വികൃതമാക്കി, താൻ ഒരിക്കലും വിഭാവന ചെയ്യാതിരുന്ന ഒരവസ്ഥയിലേക്ക് ഇതിനെ വലിച്ചിഴച്ച് നാനാവിധമാക്കി കളഞ്ഞു. അതിനെ ഒരു മതമാക്കി മാറ്റി. പ്രിയമുള്ളവരെ, ഒരു മതത്തിലും അന്വേഷണമില്ല. അന്വേഷണത്തിൻ്റെ ശവക്കോട്ടയാണ് മതങ്ങൾ. അന്വേഷണത്തിൻ്റെ ശവക്കോട്ടയാണ് മതങ്ങൾ. നിങ്ങൾ ഏതു മതത്തിൻ്റെ ഉള്ളിലും കടന്നു നോക്കൂ, ഏത് മതത്തിൻ്റെയും അംഗമായിക്കൊള്ളൂ, വ്യത്യാസം വരികയില്ല. നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല. അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ വെളിയിൽ വന്നെങ്കിൽ മാത്രം. അതുകൊണ്ടാണ് അന്വേഷണത്തിൻ്റെ വെളിച്ചമായ യേശുവിനെ യഹൂദ മത സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ അവൻ വിശാലമായ ലോകത്തിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ വെളിച്ചം ലോകത്തിന് പകരുവാനായി ശ്രമിച്ചു. അപ്പോൾ രണ്ട് സാധ്യതകൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല, ഗ്രഹിക്കുവാനും ഓർമ്മിക്കാനും പ്രയാസമില്ല. ഒന്നിൽ നാം ആഗ്രഹങ്ങളുടെ പുറകെ പോവുക, അല്ലെങ്കിൽ നാം അന്വേഷണത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുക. ആഗ്രഹങ്ങളുടെ പുറകെ പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടും, സംശയിക്കേണ്ട. പക്ഷേ നിങ്ങൾ നേടുന്നതെല്ലാം നിങ്ങൾക്ക് അപകടമായി തീരും. അതിൻ്റെ ഒരു താക്കീതാണ് മൂഢനായ ധനികൻ്റെ ഉപമ. ഒരുത്തൻ്റെ ഭൂമി നന്നേ വിളവ് പുറപ്പെടുവിച്ചു, അവൻ സന്തുഷ്ടനായി, അവൻ ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ഭാവിയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിത പ്രാപിച്ചു. ആ ധാന്യങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ട് അവൻ പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അന്ന് രാത്രി അവൻ ചത്തുപോയി. ആഗ്രഹങ്ങൾ അത് ചെന്ന് അവസാനിക്കുന്ന മരണത്തിലാണ്. അപ്പോൾ ഈ ഒരു വഴിയെ മനുഷ്യൻ സഞ്ചരിക്കുന്നു. ഇപ്പോൾ ആരും കൃഷി ചെയ്യുന്നില്ല, പക്ഷേ അത് മറ്റ് 1000 വിധങ്ങളിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മരണത്തിൻ്റെ പാതയിൽ മനുഷ്യൻ സഞ്ചരിക്കുന്നു എന്ന ഒരു വലിയ താക്കീത്, തിരിച്ചറിവ് മതപരമായി എപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുമെങ്കിലും അത് വേണ്ടവർ ശ്രദ്ധിക്കാനോ പ്രയോജനപ്പെടുത്തുവാനോ അധികമാരും ആൾ കൂട്ടാക്കുന്നില്ല എന്നത് നാം ഈ സമയത്ത് ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ യേശു നമ്മോട് പറയുന്നത്, നിങ്ങൾ അന്വേഷിപ്പീൻ.
അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോവുക എന്നത് അനിവാര്യമാണ്. മതങ്ങളോ ഇപ്പോഴിരിക്കുന്ന അവസ്ഥ 500 വർഷങ്ങൾക്ക് മുമ്പിരുന്ന അവസ്ഥയാണ്, 500 വർഷങ്ങൾക്ക് മുമ്പിരുന്ന അവസ്ഥ 1000 വർഷങ്ങൾക്ക് മുമ്പിരുന്ന അവസ്ഥയാണ്. അതിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റമോ ഞങ്ങൾ അനുവദിക്കുകയില്ല, സമ്മതിക്കുകയില്ല. അങ്ങനെ മാറ്റണമെന്ന് പറയുന്നവനെ ഞങ്ങൾ ഉന്മൂലനാശം ചെയ്യും. അതുകൊണ്ട് ഈ സഭയുടെ ഉള്ളിൽ നിൽക്കുന്നത് മുഴുവനും അന്വേഷണമല്ല, ആത്മീയതയല്ല, ആഗ്രഹങ്ങളിൽ നിന്ന് ഉദിക്കുന്ന ചന്തകളുമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ധൈര്യമുണ്ടായേ മതിയാകുകയുള്ളൂ. പണം 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 എന്ന് പറയാത്ത ഏതെങ്കിലും സഭയുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കാം. എനിക്ക് നിങ്ങളുടെ പോക്കറ്റിനോട് വലിയ പ്രേമമൊന്നുമില്ല എന്ന് പറയുന്ന പുരോഹിതനോ മെത്രാനോ ഉണ്ടെങ്കിൽ എന്നെ ദയവായി അറിയിക്കുക. ഗൾഫുകാരോടും അമേരിക്കക്കാരോടും കേരളത്തിൽ വസിക്കുന്ന വിശ്വാസികളെക്കാൾ കൂടുതൽ പ്രേമമില്ലാത്ത, ബഹുമാനമില്ലാത്ത, ആരാധനയില്ലാത്ത അച്ഛനോ മെത്രാനോ ഉണ്ടെങ്കിൽ അറിയിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ആഗ്രഹങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് 10 കൽപ്പനയിൽ പറയുന്നത് നിങ്ങൾ മോഹിക്കരുത്. കാരണം നിങ്ങൾ മോഹിച്ചാൽ നിങ്ങൾ പൈശാചികമായി പോകും, നിങ്ങൾ പന്നികളെ പോലെ ആയിപ്പോകും. നിങ്ങളുടെ ഉള്ളിൽ അന്ധകാരമായിരിക്കും. അന്ധകാരത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞൊരു പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു, അന്ധകാരത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് ഇത് വളരെ ലളിതമാണ്, മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നവൻ എപ്പോഴും അടിമയായിരിക്കും. ചിന്തിക്കുന്നവൻ, അന്വേഷിക്കുന്നവൻ, സത്യം കണ്ടെത്തുവാൻ നിശ്ചയദാർഢ്യമുള്ളവൻ അവൻ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. ആ ഒരു വഴിയാണ് യേശു നമുക്ക് കാണിച്ചത്. പക്ഷേ ആ വഴിയെ പോകാൻ വിശ്വാസിക്ക് ഇന്ന് ധൈര്യമില്ല, സ്വാതന്ത്ര്യമില്ല എന്ന് പറയുമ്പോൾ അത് നമ്മെ ഞെട്ടിക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രവുമല്ല, പ്രത്യേകമായി ശ്രദ്ധിക്കുക, മതത്തിൽ സംഭവിക്കുന്നൊരു വലിയ തിരിമറിയുണ്ട്. അതെന്താണ്? ഞാൻ പറഞ്ഞു, ഒന്നിൽ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, അല്ലെങ്കിൽ അന്വേഷണം, അരുൾ നൊദിക്കുന്ന സ്വാതന്ത്ര്യം. മതം നടത്തുന്ന തിരിമറി എന്താണെന്നറിയാമോ? മോഹങ്ങളും അന്വേഷണവും കൂടെ ഒരു പുതിയ കല്യാണം, എ മാരേജ് ബിറ്റ്വീൻ കവറ്റസ്നെസ് ആൻഡ് സീക്കിങ്. അപ്പോൾ നമ്മൾ എന്താണ് അന്വേഷിക്കേണ്ടത്? മോഹങ്ങളെയാണ് അന്വേഷിക്കേണ്ടത്. നമ്മുടെ മതപരമായ ജീവിതത്തിലുള്ള അന്വേഷണം മുഴുവനും മോഹങ്ങളുടെ അന്വേഷണമാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്തി നിർത്തിയാൽ എനിക്ക് എന്ത് കിട്ടും? ദാനധർമ്മം ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? മെത്രാൻ്റെ കോപമില്ലാതെ നിന്നിയാൽ എനിക്ക് എന്ത് കിട്ടും? അത് കോപിച്ചാൽ എനിക്ക് പ്രാക്ക് കിട്ടും, ശാപം കിട്ടും, അത് തലമുറകൾ വരെ നിൽക്കും. ഇതെല്ലാം മോഹത്തിൻ്റെ ജൽപ്പനങ്ങളാണ്, നാടകങ്ങളാണ്. എന്താണ് തിരിച്ചറിയാൻ കഴിയാത്തത്? അതേസമയം നമ്മുടെ വ്യക്തിത്വത്തിൽ വിപ്ലവാത്മകമായ, അത്ഭുതകരമായ രൂപാന്തരം സംഭവിക്കും ഈ മോഹങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് അന്വേഷണത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ നാം കൂട്ടാക്കണമെങ്കിൽ. അതാണ് യേശു എന്ന് പറയുന്ന ആഹ്വാനം. യേശു ഒരു ആഹ്വാനമാണ്. മോഹത്തിൽ നിന്ന് അന്വേഷണത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ, അതോടുകൂടെ നിങ്ങൾ സ്വതന്ത്രരാകും. മോഹങ്ങളുടെ അടിമകളായി നിന്ന് ആർക്കും സത്യം എന്താണെന്ന് അറിയുവാനോ അനുഭവിക്കുവാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് പൊന്തിയോസ് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, സത്യമെന്നാൽ എന്ത്? അവന് മറുപടി കിട്ടിയില്ല. കാരണം അവൻ മോഹങ്ങളുടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സത്യം എന്താണെന്ന് ചോദിച്ചാൽ അവന് സത്യത്തിന് ഒരു വിവക്ഷ ഉണ്ടാക്കി കൊടുക്കുവാൻ തക്കവണ്ണം യേശു മണ്ടനല്ല എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോകുകയാണ്. മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളർത്തുമ്പോൾ അവരെ മോഹങ്ങൾ കൊണ്ട് മാത്രം പരിപോഷിപ്പിച്ച് നാം വളർത്തിയാൽ അവർ അടിമകളായിത്തീരും. അതിൻ്റെ പേരാണ് പിയർ പ്രഷർ എന്നൊക്കെ നമ്മൾ നല്ല മാന്യമായ പേര് കൊടുത്ത് പറയും. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് അവർ സ്കൂളുകളിലും കലാലയങ്ങളിലും കോളേജിലൊക്കെ ചെല്ലുമ്പോൾ പല മണ്ടന്മാരുടെ അടിമകളായിത്തീരുന്നത്? നാം അവരെ പരിശീലിപ്പിച്ചതിൻ്റെ ഗുണമാണ്. എന്നാൽ അവരെ ചിന്തിക്കുവാൻ ഒന്ന് പരിശീലിപ്പിച്ചാൽ അവർ ഈ അപകടത്തിൽ വീഴത്തില്ല. സത്യമായും, അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, സത്യമായും. ഞാൻ 1971 സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ കൂടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്തര പഠനത്തിന് ചേർന്നപ്പോൾ അന്ന് അവിടെ ഡ്രഗ് കൾച്ചർ അതിൻ്റെ മൂർധന്യാവസ്ഥയിലിരിക്കുകയാണ്. പല അവസരങ്ങളിലും ആളുകൾ ഔദാര്യം കൊണ്ട്
എനിക്ക് ഡ്രഗും ആൽക്കഹോളും തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെയും അന്നൊക്കെ ഇതൊക്കെ കുറച്ച് പരീക്ഷിക്കാത്ത ആളുകൾ മണ്ടന്മാരാണ്, അവർ പെണ്ണുങ്ങളാണെന്നാണ് പറയുന്നത്. ഒരു പുരുഷനാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്ന്, ഒന്ന് പരീക്ഷ നടത്തണം, ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, ഇതും എൻ്റെ ജീവിത ലക്ഷ്യമായിട്ട് എന്താണ് ബന്ധം ചിന്തിച്ചു. അല്ലെങ്കിൽ ഞാൻ ആ വഴിയിൽ പോകുമായിരുന്നു, ഇന്ന് ഞാൻ നിങ്ങളോടിരുന്ന് സംസാരിക്കുമായിരുന്നില്ല. അത്രമാത്രം പ്രാധാന്യമർക്കുന്നൊരു വിഷയത്തെ പറ്റിയാണ് അപര്യാപ്തമായിട്ടാണ് നാം ചിന്തിച്ചത്. എന്നാലും ഇതിലടങ്ങിയിരിക്കുന്ന സാധ്യതകളും അപകടങ്ങളും തിരിച്ചറിയത്തക്കവണ്ണം ഒരു നേരിയ വെളിച്ചം വീശുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി എന്ന പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൽ സഹകരിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ കൃതജ്ഞത, കടപ്പാട് ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു.